ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ USS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഫുൾ ഓൺ പവറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ മാത്സിൽ നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കുറച്ചിങ്ങനെ വരുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടാവും. എങ്ങനെ ഇത് സോൾവ് ചെയ്യുക, ഫൈനൽ ആൻസറിലോട് എത്തുക, ചിലപ്പോൾ കാൽക്കുലേഷൻസ് നമുക്ക് മിസ്റ്റേക്ക് വന്നു പോകും. ഇങ്ങനെയുള്ള പ്രശ്നം ഒരുപാട് സ്റ്റുഡൻസിന് വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ട്രിക്കുകൾ ഉണ്ടാവും. പക്ഷെ നമുക്കതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ വളഞ്ഞ വഴിയിലൂടെ ഭയങ്കര ലെങ്തി ആയിക്കൊണ്ട് അതിൻ്റെ ആൻസർ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള സ്റ്റുഡൻസ് അവർ ഷോർട്ടായിട്ട് ചെയ്ത് പെട്ടെന്ന് ആൻസറിലോട് എത്തും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ റൂളുകളുണ്ട്. കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു 1-2 റൂൾസാണ്. ഇതുപോലത്തെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അപ്കമിങ് വീഡിയോസിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. യെസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു സിമ്പിളായിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് എന്താണ് ഐഡിയ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. 5/3 ഹോൾ സ്ക്വയർ. 5/3 ഹോൾ സ്ക്വയർ. ഇത് നിങ്ങളുടെ ഒരു ഫ്രാക്ഷണൽ ഫോമിലോട്ട് തന്നെ മാറ്റാൻ പറഞ്ഞു. ഈ സ്ക്വയറൊക്കെ മാറ്റിയിട്ട് വേറൊരു ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞു. എങ്ങനെ നിങ്ങൾ ചെയ്യുക? എനി ഐഡിയ? നിങ്ങൾ 5നെ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എന്നിട്ട് സ്ക്വയർ ചെയ്യാണ് ചെയ്യുക? അല്ലാതെ തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ടൊരു ഫ്രാക്ഷണൽ ഫോമിലോട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ്, അതിൻ്റെ റൂളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം കൂടി ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് നമ്മളിതിൽ പറയുക. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 10/5 ഹോൾ സ്ക്വയർ. അതേപോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണ് 10/5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുക എങ്ങനെ ചോദിച്ചാൽ 10/5 എന്ത് വരും, 2 എന്ന് വരും അല്ലേ. 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് വരും. ആൻസർ വിൽ ബി 4 അല്ലേ. ഇതാണ് യൂഷ്വലി നമ്മൾ ചെയ്യുക. പക്ഷേ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഈസിയാണോ? ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡെസിമൽ നമ്പേഴ്സൊക്കെ ആക്കിയിട്ട് മാറ്റാം, പക്ഷേ ഈസി അല്ല. അപ്പോൾ എനിക്ക് ഇയാളെ വേറൊരു രീതിയിലും കൂടി ചെയ്യാം. 10/5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആളെ വേറെ രീതിയിൽ കൂടി ചെയ്യാം. ഈ സ്ക്വയർ 2 പേർക്ക് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ 10 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 2 പേർക്കും എന്ത് ചെയ്യുക, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇയാൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കുക 10 സ്ക്വയർ എന്നായിട്ട് മാറും. 5ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ 5 സ്ക്വയർ ആയിട്ട് മാറും അല്ലേ. 10 സ്ക്വയർ 5 സ്ക്വയർ. സോ 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. 100/25 എന്താ വരിക? സെയിം ആൻസർ 4. രണ്ടും സെയിം ആൻസറാണ് വരിക. ദാറ്റ് മീൻസ് 2 നമ്പേഴ്സ് തമ്മിൽ ഇങ്ങനൊരു ഫ്രാക്ഷണൽ ഫോമിൽ തരികയാണ്, ഡിവിഷൻ ചെയ്യുന്ന ഫോമിൽ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന എക്സ്പോണൻറ്റ് അത് 2 തന്നെ വരണം നിർബന്ധമില്ല. എനി എക്സ്പോണൻറ്റ്, ആ എക്സ്പോണൻറ്റിനെ ഉള്ളിൽ വരുന്ന 2 ആളുകൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ പറ്റും? 5 സ്ക്വയർ ബൈ 3 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. 5 സ്ക്വയർ ഡിവൈഡ് ബൈ 3 സ്ക്വയർ. റെഡി അല്ലേ? യെസ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 5/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാണ്? 25/9 ഈക്വലാണ്. റെഡിയാണോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 25/9 ഡിവൈഡ് ചെയ്തിട്ട് ഡെസിമൽ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റാം, നോ പ്രോബ്ലം. പക്ഷേ ഇത് ഡെസിമൽ നമ്പർ ആക്കി ആ ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ പിന്നെ കാണുക എന്നുള്ളത് ദാറ്റ്സ് നോട്ട് ഈസി. നിങ്ങൾ ആലോചിക്കുക, ആദ്യം 5/3 നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുക. ആ ഡെസിമൽ നമ്പറിനെ നിങ്ങൾ പിന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് മാറ്റണം. ഈസിയാണോ? അല്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഒരൊറ്റ ഡിവിഷൻ മാത്രം പിന്നെ ചെയ്താൽ മതി. 25/9 മാത്രം ചെയ്താൽ മതി. ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കി കൂടെ അല്ലേ. അങ്ങനത്തെ ഇവിടെയുള്ള ഈ ഒരു ഡിവിഷൻ എക്സ്ട്രാ വരുന്ന ഡിവിഷൻ അത് ഒഴിവാക്കി കൂടെ, ഒക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ വന്നു. അപ്പോൾ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമോ, ആദ്യം ഇവരെ ഡിവൈഡ് ചെയ്ത് ഡെസിമൽ നമ്പർ ആക്കി അതിനെ സ്ക്വയർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കുമോ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എത്തുക? നമ്മളിപ്പോൾ ചെയ്തതുപോലെ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഐഡിയാസും ട്രിക്കുകളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ ഇത് തന്നെ ആവണം അല്ലെങ്കിൽ സ്ക്വയർ ആവണം എന്നൊരു നിർബന്ധം കേട്ടോ. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 10/4 all raised to 3. 10/4 all raised to 3. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 10^3/4^3 എന്നാക്കാൻ പറ്റും. 10^3 എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലേ. 10 × 10 × 10 1000 ആണ്. 4^3 എന്ന് പറഞ്ഞാൽ 4 × 4 × 4 ആണ്, 64 എന്ന് വരും. സോ 1000/64 ആയിരിക്കും അതിൻ്റെ ആൻസർ. വെരി ഈസി അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റൂളിനെ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും? സോ ഞാൻ ഇവിടെ കൊടുക്കാം a/b all raised to m is equal to a/m/b/m നോക്കാം. ഇത് നിങ്ങൾ എക്സ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. സ്ക്വയർ റൂട്ട്സ്, ക്യൂബ് റൂട്ട്സ് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും.
ഈസി അല്ലേ? ഓക്കെ അല്ലേ? അത് വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. റെഡി? അപ്പോൾ ഞാൻ സ്ക്വയറിൻ്റെ കേസാണ് പറഞ്ഞത്. പക്ഷേ സ്ക്വയർ അല്ലാത്ത ഏത് പവർ വരികയാണെങ്കിലും ഇതാ ഇപ്പോൾ 3 കാണിച്ചതുപോലെ ഏത് പവർ വരികയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെഡി? അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട് ഇവിടെ. 4 × 5 ഹോൾ സ്ക്വയർ. ഓക്കെ, നേരത്തെ ഡിവിഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 × 5 ഹോൾ സ്ക്വയർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഈസിയാണ്. 4 × 5 20 ആണ്. അപ്പോൾ 20 സ്ക്വയർ എന്ന് വരും. 20 സ്ക്വയർ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ഞാൻ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടും സ്ക്വയറൊക്കെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈസിയാണ്. 2ൻ്റെ സ്ക്വയർ ആദ്യം കാണുക, 4 ആണ്. ഇവിടെ ഒരു 0 ഉണ്ടെങ്കിൽ 2 zeros ഇട്ട് കൊടുക്കുക, 400. ഇനി ഇതിനെ വേറൊരു രീതിയിലും കൂടി ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെയുള്ള പവറിനെ, ഇവിടെ ഉള്ളിലകത്ത് 2 പേര് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ആ പവറിനെ ഓരോരുത്തർക്കും ഇട്ട് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇയാളെ 4 × 5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആളെ 4 സ്ക്വയർ × 5 സ്ക്വയർ എന്നാക്കാൻ പറ്റും. 4 സ്ക്വയർ 16 ആണ്, 5 സ്ക്വയർ 25 ആണ്. 16 × 25 എന്ന് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഈസ് 400. എന്താ ചെയ്തത്? നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആ പവറിനെ ഇട്ട് കൊടുത്തു, സ്ക്വയർ എന്ന് പറയുന്ന പവറിനെ ഇട്ട് കൊടുത്തു. ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 25 × 10 ഹോൾ സ്ക്വയർ. ഓക്കെ, 2 രീതിയിൽ ചെയ്യാൻ പറ്റും. 25 × 10 250 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 250യുടെ സ്ക്വയർ കാണും. 250യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ ആദ്യം കാണണം അല്ലേ? 25ൻ്റെ സ്ക്വയർ 625 ആണ്. പിന്നെ 2 zeros ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 25 × 10 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനെ നമുക്ക് 25ൻ്റെ സ്ക്വയർ × 10ൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ മാറ്റാം. 25ൻ്റെ സ്ക്വയർ എന്താ? 625. 10ൻ്റെ സ്ക്വയർ എന്താ? 100. സിംപിളി സെയിം ആൻസർ കിട്ടും, 62500. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആ പ്രോപ്പർട്ടി എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. പക്ഷേ ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ, നമ്മൾ സൊല്യൂഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഈ ഒരു പ്രോപ്പർട്ടി പറയാം. a × b all raised to m is equal to a raised to m × b raised to m എന്ന് പറയാം. ഓക്കെ, a raised to m × b raised to m. അപ്പോൾ m എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പോണൻ്റ് ആണ്, എയും ബിയും അതിനകത്ത് വരുന്ന 2 നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയർ ഉള്ളതാണ് കാണിച്ചത്. സ്ക്വയർ തന്നെ ആവണം നിർബന്ധമില്ല, ക്യൂബ് ആവാം, അല്ലെങ്കിൽ പവർ 4 5 6 7 എന്ത് പവർ വേണമെങ്കിലും വരാം. സെയിം റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ മറ്റ് പവറുകൾ വരുന്നതും അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പോണൻസ് പവേഴ്സ് ആ ഒരു ടോപ്പിക്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. റെഡി? ഇനി ഇത് എങ്ങനെ ക്വസ്റ്റ്യനിൽ ഇത് വരും? ക്വസ്റ്റ്യനിൽ ഇത് എങ്ങനെ വരും? ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ വന്നു വിചാരിക്കാം. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, 2 cube × 5 square × 4 raised to 3 × 10 raised to 2 × 4, അല്ലെങ്കിൽ 4 വേറെ നമ്പർ കൊടുക്കാം, 11. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ റാൻഡമായിട്ട് എഴുതിയതാണ്. ഓക്കെ, വെറുതെ വേറെ ഒന്നുമില്ല, റാൻഡമായിട്ട് എഴുതി. നിങ്ങളോട് ഇതിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നു, നിങ്ങളോട് ഇതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞു. എങ്ങനെ ഇതിൻ്റെ വാല്യൂ ആണ്? നമ്മൾ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ആണെങ്കിൽ സാധാരണ സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ആദ്യം 2 ക്യൂബിൻ്റെ വാല്യൂ കാണും അല്ലേ? 2 ക്യൂബിൻ്റെ വാല്യൂ 8 ആണ്, ഇൻറ്റു പിന്നെ 5 സ്ക്വയറിൻ്റെ വാല്യൂ 25, ഇൻറ്റു പിന്നെ 4 ക്യൂബ് 64, ഇൻറ്റു പിന്നെ 10 സ്ക്വയർ എന്ത് വരും? 100. ഓക്കെ, ഇൻറ്റു 11 ഇങ്ങനെ ചെയ്യും. എന്നിട്ട് പിന്നെ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യും, അടുത്താളെ മൾട്ടിപ്ലൈ അങ്ങനെ ആയിരിക്കും യൂഷ്വലി ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ പരിപാടി അങ്ങനെ പോവാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്തുകൂടെ? നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമില്ലേ? 2 × 4 ഹോൾ ക്യൂബിനെ നിങ്ങൾക്ക് 2 ക്യൂബ് × 4 ക്യൂബ് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ 2 ക്യൂബിനെയും അതിൻ്റെ കൂടെയുള്ള 4 ക്യൂബിനെയും ഞാൻ ഒരുമിച്ചാക്കി. ഇവിടുത്തെ 5 സ്ക്വയറിനെയും 10 സ്ക്വയറിനെയും ഞാൻ ഒരുമിച്ചാക്കി. ഓക്കെ, പിന്നെ ഈ ഒരു 11നെയും ഞാൻ അതിനെ കൂടെ ഒരുമിച്ചാക്കി. ഇനിയോ ഈ 2 ആളുകൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? 2 × 4 ഹോൾ ക്യൂബ് അല്ലേ? നിങ്ങൾ നോക്കിയേ, 2 × 4 ഹോൾ ക്യൂബിൽ 2നും 4നും ആ ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോഴല്ലേ 2 ക്യൂബ് × 4 ക്യൂബ് വരിക. അതായത് നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്. നേരത്തെ നമ്മൾ 25 സ്ക്വയർ × 10 സ്ക്വയർ എന്നുള്ളത് ഇതിന് ഇങ്ങോട്ടാണ് മാറ്റിയത്. പക്ഷേ 25 സ്ക്വയർ × 10 സ്ക്വയർ നിങ്ങൾക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ? 25 × 10 ഹോൾ സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. 2 ക്യൂബ് × 4 ക്യൂബിനെ ഞാൻ എന്താക്കി മാറ്റി? 2 × 4 ഹോൾ ക്യൂബ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ഇവർ 2 പേരെന്താക്കാം? 5 × 10 ഹോൾ സ്ക്വയർ ആക്കി മാറ്റാം, ഇൻറ്റു 11. 2 × 4 8 ആണ്, അപ്പോൾ 8 ക്യൂബ്, ഇൻറ്റു 5 × 10 50 ആണ്, 50 സ്ക്വയർ, ഇൻറ്റു 11 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ മാറ്റാൻ പറ്റും.
റെഡി അല്ലേ? സോ ഇനി ബാക്കി നമുക്ക് കാൽക്കുലേഷൻസ് ഇപ്പോൾ 8 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 8 എന്താ 64 ആണ്. അപ്പോൾ 64 × 8 ആണ് 8 ക്യൂബ് വരാം. 64 × 8 4 × 8 32 3 വരും. 6 × 8 48ഉം 3ഉം 51 വരും. സോ 512 × 50 × 11. സോ ബാക്കി കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളിത് ഇപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ വാല്യൂസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന വാല്യൂ ആദ്യം കാണണം, ഇവിടെ വരുന്ന വാല്യൂ, അങ്ങനെ ഓരോന്നും കാണണം. പിന്നെ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ആ 2 വാല്യൂസ് ഇയാൾ ചെയ്തു, പിന്നെ ഇയാൾ ചെയ്തു, പിന്നെ ഇയാൾ ചെയ്തു, അങ്ങനെ പോകണം. സോ ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. ഇത് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്പ്രഷന് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിലോട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലോട്ട് എത്താൻ പറ്റും. പിന്നെ ബാക്കി വാല്യൂസ് കണ്ടാൽ മതി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് പണിയുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ മെത്തഡോളജി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ, വേറൊരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 10 × 11/23 all square ഇങ്ങനെ വന്നു ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? സിമ്പിളാണ്. ഇവിടെയുള്ള പവർ ഞാൻ ഇപ്പോൾ 2 ആയിട്ട് എടുത്ത് എന്ത് പവർ ആണെങ്കിലും ഈ പവറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും ഇട്ടുകൊടുക്കാം. സോ ദാറ്റ് മീൻസ് 10² × 11² / 23². ഓക്കെ, അതായത് 10² × 11² / 23² എന്നാക്കാം. കാരണം ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമുള്ളൂ, അതുകൊണ്ടാണ്. ഇൻ കേസ് ഇത് ഇങ്ങനെയായിരുന്നു വന്നതെന്ന് വിചാരിക്കുക, 10 + 11/23 all square. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10² 11² എന്നുള്ള ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, പ്ലസ് ആണ്. സോ നിങ്ങൾക്കൊരു എക്സ്പ്രഷനിൽ മൾട്ടിപ്ലിക്കേഷൻസും ഡിവിഷൻസും മാത്രമേ ഉള്ളൂ, അതിലുള്ള നമ്പേഴ്സ് അവർ തമ്മിൽ മാത്രം ഓപ്പറേഷൻസ് നടക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള പവറിന് അതിൻ്റെ അകത്തോട്ട് സിമ്പിളി ഇട്ട് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക. വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. 10 × 11/2 × 23 all square ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും പവർ ഇട്ട് കൊടുക്കാം. 10² × 11² / 2² × 23². ഓരോരുത്തർക്കും ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയോ? ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, സാർ എന്തിനാണ് ഈ 2-നൊക്കെ സ്ക്വയർ ഇട്ട് കൊടുക്കുന്നത്, 10ഉം 2 ഇവിടുന്ന് ക്യാൻസൽ ചെയ്തുകൂടെ? ഒക്കെ ക്യാൻസൽ ചെയ്യാം. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 ആളുകൾ എടുത്തത്. ക്ലിയർ ആയോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ക്വയറുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ജനറലൈസ് ചെയ്തിട്ട് പറയാം. A × B / C × D all raised to m എന്ന് വരികയാണെങ്കിൽ, ഓക്കെ, all raised to m എന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം, A raised to m × B raised to m / C raised to m × D raised to m എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഓരോ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ പവർ ഇട്ട് കൊടുക്കാൻ പറ്റും. റെഡി? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈ ടൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാനായിരിക്കും എളുപ്പം, ചിലപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ റൂൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കാൽക്കുലേഷൻസ് ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ട്രിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓരോ വീഡിയോസും കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.